ഒരു ദിവസം ആരംഭിക്കുമ്പോൾ നമ്മുടെ സുബ്ഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതിക്കൊണ്ട് തുടങ്ങാൻ പറയുന്നത് കൊണ്ടാണ് അല്ലാഹുവിനോട് ഹിദായത്തിന് ചോദിച്ചുകൊണ്ട് തുടങ്ങി. ആഫിയത്ത് ചോദിക്കണം, വിലായത്ത് ചോദിക്കണം, ബറക്കത്ത് ചോദിക്കണം, വിഖായത്ത് ചോദിക്കണം. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്, അല്ലാഹുവേ നീയായി സന്മാർഗ ദർശനം നൽകുന്നവരുടെ കൂടെ എന്നെയും ചേർത്തേണമേ എന്ന് മനസ്സറിഞ്ഞ് നമ്മൾ ഖുനൂത്തിലും ചൊല്ലിയാൽ ആ ദിവസം മനോഹരമാണ്. എന്താണ് ചൊല്ലുന്ന അർത്ഥം കിട്ടിയാൽ മതി. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്. ആളുകൾ നിൽക്കുന്നത് കാണുമ്പോൾ ഒരു വിഷമാണ്. ഇരിക്കാൻ വല്ല സൗകര്യങ്ങളും ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ സംഘാടകരൊന്ന് ശ്രമിച്ചേക്കണമേ, ഇല്ലെങ്കിൽ സദയം ക്ഷമിച്ചേക്കണമേ. നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഞാനും ഐക്യദാർഢ്യത്തിലാണ്, പക്ഷെ എനിക്ക് തൊടാനൊരു സ്റ്റാൻഡ് ഉണ്ട്, അതില്ലാതിരിക്കുമ്പോൾ ഇടങ്ങാറാണ്. പിന്നെ ചെയ്യാൻ പറ്റിയ ഇടയ്ക്ക് നമ്മൾ സ്വലാത്ത് തന്നെ എഴുന്നേൽക്കുമ്പോൾ ഇരുന്നവരൊന്ന് മാറിക്കൊടുത്ത് നിൽക്കുന്നവരെ ഇരുത്തുക, അങ്ങനെയൊക്കെ ചെയ്യാം. ആരും വിട്ടെടുക്കില്ലല്ലേ. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്. അല്ലാഹുവിനോട് ആദ്യമായി ചോദിക്കുന്നത് ഹിദായത്താണ്. പടച്ചവനെ, നേരം പുലർന്നു, അല്ലാഹുവേ കണ്ണുകൾ തുറന്നു, മരണത്തിലൂടെ മരിക്കുമായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തി. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്. പടച്ചവനെ, അല്ലാഹുവേ നീ ആർക്കൊക്കെയാണോ സന്മാർഗ ദർശനം നൽകുന്നത് നീ ഞങ്ങൾക്കും അത് നൽകണമേ, എന്നെയും അതിൽ ചേർത്തേണമേ. വഅഫിനി ഫീമൻ അഫൈത്. അടുത്ത ചോദ്യം ആഫിയത്താണ്. റബ്ബേ, ഞങ്ങൾക്ക് ആഫിയത്ത് വേണം, ആരോഗ്യം വേണമെന്ന് മാത്രമല്ല, തിന്മയിലേക്ക് പോകാതെ സ്വശരീരത്തെ നിയന്ത്രിക്കാനുള്ള ഒരു കരുത്ത് വേണം. അതിനാണ് ആഫിയത്ത് എന്ന് പറയാം. ആരോഗ്യത്തിന് മാത്രമല്ല, ആരോഗ്യത്തിന് ആഫിയത്ത് എന്ന് പറയാം. വഅഫിനി ഫീമൻ അഫൈത്. അല്ലാഹുവേ, ആഫിയത്തിനൊരു ആഫിയത്ത് വേണം, നിഅമത്തും ആരോഗ്യവും വേണം, സമ്പൽ സമൃദ്ധി വേണം. നീ ഒരുപാട് ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടല്ലോ റബ്ബേ. ഇന്നത്തെ ഈ ഒരു പ്രഭാതം പുലരുകയാണ്, ഞാനൊരു നഷ്ടം സംഭവിച്ചവനാവരുത്. ഈ പ്രഭാതത്തിലൂടെ ജീവിതത്തിന്റെ തകർച്ചയുടെ തുടക്കമാവരുത്. പടച്ചവനെ, നീ എന്നെ കൈപിടിക്കണം. ഖുനൂത്തിന്റെ അർത്ഥാണത്. അവിടെയാണ് നമ്മുടെ വിഷയം. അല്ലാഹുവേ, എത്രയോ ആളുകളെ നീ ഏറ്റെടുക്കുന്നുണ്ടല്ലോ നിന്റെ ഔലിയാക്കളായിട്ട്, നിന്റെ വലിയുകളായി നീ ഏറ്റെടുക്കുന്നുണ്ടല്ലോ. വതവല്ലനി ഫീമൻ തവല്ലൈത്.